നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം തമിഴ്നാടിൻ്റെ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ടിങ്ങി വരാം. അതുപോലെ തന്നെ ഇത് ഏത് കേരള തമിഴ്നാട് ബോർഡറാണെന്നുള്ളവർ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഏകദേശം ബോർഡറിനോട് അടുത്തുള്ള സ്ഥലമാണ്. ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ, വളരെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള റോഡാണ്. ഇത് കേരളത്തിൻ്റെ സൈഡാണ്. ഇവിടെ കുറേ ലോട്ടറി കടകൾ, നേരത്തെ ഇഷ്ടംപോലെ കട കാണുന്നതെല്ലാം ലോട്ടറി കടകളാണ്. കംപ്ലീറ്റ് കടയും ലോട്ടറിയാണ്, അല്ലാതെ ചായക്കടയോ ബേക്കറിയോ ഒന്നും അല്ല കാണുന്നത്. കംപ്ലീറ്റ് ലോട്ടറി കട, പിന്നെ 2 ബാറ്, ഇതാണ് അടുത്തടുത്തായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇപ്പോൾ ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് കയറും, നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുന്ന സമയത്ത് അവിടെ എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. അപ്പം ഇതാണ് ബോർഡർ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് എടുത്ത് കാല് വെക്കുമ്പോൾ തന്നെ അവിടുത്തെ രീതി അങ്ങ് മാറുകയാണ്. അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റോഡ് ഇപ്പോൾ തന്നെ നമ്മളിവിടുത്തെ നാഷണൽ ഹൈവേ പോലെ നല്ല വീതിയുള്ള നല്ല റോഡാണ്. അത് നല്ല വൃത്തിയിൽ തന്നെയാണ്. കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാകും കാണുമ്പോൾ. നോക്കൂ, എത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്ത് വീതിയിലാണ് റോഡ്. 1 വേ ആണ്. അങ്ങ് പോയാൽ മതി, ഒരു ഗട്ടറും ഇല്ല, റോഡും ഇല്ല, ഒരു കുഴിയും ഇല്ല, അങ്ങ് ഓടിപ്പോയാൽ മതി. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത, പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ വെൽക്കം ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലോട്ട്. ഇത് മനോഹരമായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ വരും. ഈ തിരിച്ചു വരുന്ന വഴിയിൽ ആകെ ഉള്ളത് ഒരു ചെറിയൊരു ബോർഡാണ്, സ്വാഗതം കേരളത്തിലേക്ക്. ഇങ്ങനൊരു ബോർഡ് മാത്രമല്ല, പാലക്കാട് 30 കേരളത്തിൻ്റെ അവസ്ഥ. നമ്മുടെ നാട്ടിലോട്ട് ഇവിടെ ഉള്ളത് വരുമ്പോൾ ലോട്ടറി എടുക്കുക, ഒന്നുമില്ല. റോഡും മോശം, കുഴി. റാഗുള്ളത് മാറ്.